പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. DB വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ചെറിയൊരു ഇലക്ട്രിക്കൽ ടിപ്സാണ്. പക്ഷേ നമ്മൾ DB ഡ്രസ്സിങ് ചെയ്ത് ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സമയത്താണ് പ്രശ്നം പറ്റിയാൽ അതൊരു വലിയൊരു വിഷയമാവും. അതുപോലെ നമ്മളെ DB മൊത്തത്തിൽ ഒരു വൃത്തികേടായിരിക്കും. ആ ഒരു വൃത്തികേട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ DB ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാനൊരു DB ഇവിടെ കൺസീൽഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് മുകളിൽ നമുക്ക് പൈപ്പ്, കോൺഡ്യൂട്ട് പൈപ്പ്, സർക്യൂട്ടിനെല്ലാം പൈപ്പുകളെല്ലാം ഓരോ റൂമിലേക്കും അവിടത്തേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. DB കൺസീൽഡ് ആക്കി വെച്ചിട്ടുണ്ട്. DB കൺസീൽഡ് ചെയ്ത് വെക്കുമ്പോൾ കണ്ടോ, നമ്മൾ ഈ ചുമരിന്ന് ഒരു ചുമരിന്ന് ഞാനൊരു 5 mm, 1/2 സെൻറ്റിമീറ്റർ 5 mm ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ DB വെച്ചിട്ടുള്ളത്. കാണുന്നില്ല നിങ്ങൾ? ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവസാനം DB ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു കവർ നമ്മുടെ ഡോർ ഫിറ്റ് ആക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സിമെൻറ്റ് പ്ലാസ്റ്റിങ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെയാണ് ഈ DB വെക്കുന്നതെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിങ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു തിക്നെസ് ഉണ്ടല്ലോ, ഒരു 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററോളം തിക്നെസ് കിട്ടും. എത്രയാണോ തിക്നെസ് വരുന്നത് ആ ഒരു എക്സ്ട്രാ കൂടി നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം DB വെക്കാൻ. നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ വളരെ നിസ്സാരമായി തോന്നും, പക്ഷേ അവസാനത്തേക്ക് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡോർ ഫിറ്റാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇത് LNT എന്ന DB ആണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മൊത്തത്തിലുള്ള ഈ ഡോറ് ഒരു ഫുള്ളായിട്ടുള്ളൊരു ഫ്രെയിമാണ്. അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് കയറി നിൽക്കും. അതിനുള്ളൊരു ക്ലിയറൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ DB വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എത്രയാണോ ഇതിൻ്റെ ഉള്ളിലേക്ക് കൺസീൽഡ് ആക്കി വെക്കേണ്ടത് എന്നുള്ളൊരു മാർക്കിംഗ് ഉണ്ട്. ആ ഒരു മാർക്കിങ് നോക്കിയിട്ടാണ് നമ്മൾ വെച്ചത്. അപ്പോൾ മാർക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് പോയിട്ടുണ്ട്. അത് വെക്കുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ. ഈ ഒരു LNT കമ്പനീൻ്റെ DB വെക്കുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ ലെഗ്രാൻഡ്, അതുപോലെ എല്ലാ കമ്പനിക്കും ഉണ്ടാവും അതുപോലെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. എത്രയാണോ കൺസീൽഡ് ആക്കി വെക്കേണ്ടത് എന്നുള്ളതിൽ മാർക്കിംഗ് ഉണ്ടാവും. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് വേണം കൺസീൽഡ് ആക്കിയിട്ട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്യാൻ. ഇനി വേറൊരു കേസിൽ ഇവിടെ ഇപ്പോൾ ചുമരിൽ പ്ലാസ്റ്റിക് ഇനി ഒറ്റ പുട്ടി വർക്ക് അത്രയേ ഉള്ളൂ. മറ്റുള്ള റൂമുകളിലോ അതെവിടെയെങ്കിലൊക്കെ നമ്മൾ ടൈല് കൂടി വരുന്നുണ്ടെങ്കിൽ, അതായത് ടൈൽസ് കൂടി ഈ വാളിൽ വെക്കുന്നുണ്ടെങ്കിൽ ആ ടൈൽസിൻ്റെ കനം കൂടി നമ്മൾ പുറത്തേക്ക് പ്രൊജക്ഷൻ കൊടുക്കണം. അതുകൂടി നമ്മൾ മുൻകൂട്ടി കരുതിയിട്ട് വേണം DB വെക്കാൻ. അപ്പോൾ അത്രയും പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം. അപ്പോൾ ആദ്യം ഇത് കല്ല് മാത്രമായിരുന്നെങ്കിൽ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കനം പുറത്തേക്ക് നമ്മൾ ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അതുപോലെ ടൈല് കൂടി വെക്കുന്നുണ്ടെങ്കിൽ അത്രയും പുറത്തേക്ക് വരണം. അതല്ലെങ്കിൽ പിന്നെ ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് അതായത് ഇതുപോലെ നമ്മൾ ടൈല് കട്ട് ചെയ്തിട്ട് ഡോർ ഫിക്സ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. DB വെക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ DB വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ DB വെക്കുന്നതിൻ്റെ മറ്റൊരു വീഡിയോ കൺസീൽഡ് ആക്കിയിട്ട് 3 DB ഒരുമിച്ച് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിന് മുകളിൽ കൊടുക്കാം. അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി, എനിക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായിട്ടും ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് എല്ലാ വീഡിയോകളുമായിട്ടും നമ്മളെ ചാനൽ വീണ്ടും വരും. നമ്മളെ ഈ ചാനലിലൂടെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചോ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.